പ്രവാചകൻ തന്റെ ജീവിതത്തിൽ ആത്മാർത്ഥതയോടുകൂടി നടത്തിയ ചില ദുആകളുണ്ട്, ആത്മാർത്ഥതയോടുകൂടി നടത്തിയ ചില പ്രാർത്ഥനകളുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തതായി പ്രവാചകൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. 3 കാര്യങ്ങൾ ഞാൻ എന്റെ റബ്ബിനോട് ചോദിച്ചു. ഒന്നാമത്തെ കാര്യം എന്താണ്? അല്ലാഹുവേ, എന്റെ ഈ ഉമ്മത്തിന് പുറത്തുള്ളൊരു ശത്രുക്കളാൽ പൂർണ്ണമായും കീഴടക്കപ്പെടുത്തരുത് റബ്ബേ. പൂർണ്ണമായും അവർ കീഴടക്കപ്പെടുന്ന രൂപത്തിലേക്ക് അവരെ നീ ആക്കി തീർക്കരുതേ റബ്ബേ എന്ന് ഞാൻ എന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്റെ റബ്ബിനിക്കത് നൽകുകയും ചെയ്തിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര പള്ളികൾ തകർത്താലും, എത്ര ആരാധനാലയങ്ങൾ തകർത്താലും, എന്തൊക്കെ അക്രമങ്ങൾ കാട്ടിക്കൂട്ടിയാലും ലോകത്തുള്ള മുസ്ലിം ഉമ്മത്തിനെ ഒരുമിച്ച് കീഴടക്കുക എന്നത്, ലോകത്തുള്ള മുസ്ലിം ഉമ്മത്തിനെ ഒരേ അവസരത്തിൽ ഇല്ലാതെയാക്കുക എന്നത് അസാധ്യമാണ് എന്ന് അള്ളാന്റെ റസൂലിന്റെ ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ റസൂൽ പറയുകയാണ്, ഞാൻ എന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചു, പൊതുവായി വരുന്ന ഒരു ഭയാനകമായ അദാബിലൂടെ എന്റെ ഉമ്മത്തിനെ മുഴുവൻ നശിപ്പിച്ചു കളയരുതേ റബ്ബേ എന്ന് ഞാൻ എന്റെ റബ്ബിനോട് ദുആ ചെയ്തിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനയ്ക്കും എന്റെ റബ്ബിനിക്ക് ഉത്തരം നൽകിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, വകം അഹ്ലക്നാ മിൻ ഖബ്ലിഹിം മിൻ ബഅദി നൂഹ് വകഫാ ബിറബ്ബിക ബിദുനൂബി ഇബാദിഹി ഖബീറൻ ബസീറാ. മഹാനായ പ്രവാചകൻ നൂഹിന് ശേഷം എത്രയെത്ര സമുദായങ്ങളാണ്, ജനപദങ്ങളാണ്, നാഗരികതകളാണ് ഇന്നലകളുടെ ചരിത്രത്തിന്റെ താളുകളിൽ നശിപ്പിക്കപ്പെട്ടത്. വെള്ളം കൊണ്ട് നശിപ്പിക്കപ്പെട്ടവരുണ്ട്, കാറ്റുകൊണ്ട് നശിപ്പിക്കപ്പെട്ടവരുണ്ട്, അമ്ലമഴ കൊണ്ട് നശിപ്പിക്കപ്പെട്ടവരുണ്ട്, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ കൊണ്ട് നശിപ്പിക്കപ്പെട്ട രാജ്യങ്ങളും സമുദായങ്ങളും ലോകത്തുണ്ട്. ചരിത്രത്തിന്റെ ഇന്നലകളിൽ ഒരുപാട് നാഗരികതകൾ ചരിത്രത്തിന്റെ യവനികയിലേക്ക് മറഞ്ഞുപോയിട്ടുണ്ട്. എന്നാൽ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, എന്റെ ഉമ്മത്തിനെ ആ രീതിയിൽ മുച്ചൂടും നശിപ്പിക്കരുത് എന്ന് എന്റെ റബ്ബിനോട് ഞാൻ ദുആ ചെയ്തിട്ടുണ്ട്, എന്റെ റബ്ബിനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ ഉമ്മത്തെ നിങ്ങൾ പാടെ അല്ലാഹുവിന്റെ അദാബിനാൽ നശിപ്പിക്കപ്പെടുകയില്ല. മൂന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, റബ്ബേ, എന്റെ ഉമ്മത്തിന് നീ ഒരുമ നൽകണമേ, അവർക്കിടയിൽ നീ ഭിന്നിപ്പുണ്ടാക്കരുതേ, അവർക്കിടയിൽ നീ വിഭാഗീയത ഉണ്ടാക്കരുതേ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതെനിക്ക് തന്നിട്ടില്ല, അതെനിക്ക് നൽകപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഉമ്മത്തുള്ള കാലത്തോളം വിഭാഗീയതകൾ ഉണ്ടാകും, ഗ്രൂപ്പുകൾ ഉണ്ടാകും. ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു മറുപടി നൽകാത്തത് കൊണ്ട് തന്നെ ഈ ഉമ്മത്തിന് ആ ഒരു കാര്യത്തിൽ നിന്ന് വിടുതൽ നൽകപ്പെട്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് വെച്ച് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനോടുള്ള അങ്ങേയറ്റത്തെ ഗുണകാംക്ഷയാൽ നടത്തിയ പ്രാർത്ഥനകളാണ്. ആ പ്രാർത്ഥനയുടെ ഫലത്തിന്റെ ഗുണഭോക്താക്കളാണ് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും. ഈ ദുനിയാവിൽ അവസാനിക്കുന്നില്ല. നാളെ പരലോകത്ത് ഹശ്റിന്റെ മൈതാനിയിലെത്തുമ്പോ ലോകത്ത് കടന്നു വന്ന സകല പ്രവാചകന്മാരും അവരുടെ കാര്യങ്ങൾ ആലോചിച്ച് ദുഃഖിക്കുമ്പോ, ഭയപ്പെടുമ്പോ, തന്റെ ഉമ്മത്തിന് വേണ്ടി റബ്ബിന്റെ മുന്നിൽ ശഫാഅത്ത് ചെയ്യാൻ തയ്യാറാകുന്ന, അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിലേക്ക് വീഴുന്ന ഉമ്മത്തിൽപ്പെട്ട ആളുകൾ സിറാത്ത് പാലം കടക്കുമ്പോ യാ റബ്ബി സല്ലിം സല്ലിം എന്ന് പറഞ്ഞ് റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവാചകനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഈ ഉമ്മത്തിന് നൽകപ്പെട്ട ഏറ്റവും വലിയ കാരുണ്യം എന്ന് പറയുന്നത് അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് ഞാൻ പറയാൻ കാരണം. അതുപോലെ തന്നെ രണ്ടാമതായി ഈ ഉമ്മത്തിന് നൽകപ്പെട്ട വലിയ കാരുണ്യമാണ് പ്രിയപ്പെട്ടവരെ, ആയുസ് കൊണ്ടും ആരോഗ്യം കൊണ്ടും മുൻകഴിഞ്ഞ സമുദായങ്ങളുമായി താരതമ്യം ചെയ്തു നോക്കുമ്പോൾ നമ്മൾ എത്രയോ പിറകിലാണ്, നമ്മൾ എത്രയോ ബാക്കോട്ടാണെന്നാൽ ഈ ഉമ്മത്താണ് ആദ്യമായി സ്വർഗത്തിൽ കടക്കുക. സ്വർഗത്തിന്റെ വാതിൽ തുറന്നുകൊണ്ട് അല്ലാഹുവിന്റെ മലക്കുകളുടെ അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് സ്വർഗത്തിന്റെ പറുദീസയിലേക്ക് ആദ്യമായി കാലെടുത്ത് വെക്കുന്നത് ഈ ഉമ്മത്താണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഒരുപാട് ആയുസ് ലഭിച്ചിട്ടില്ല മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മത്തിന് 9 നൂറ്റാണ്ടുകളുടെ ആയുസ് ഉണ്ടായിട്ടുണ്ട്. ഹൂദ് നബിയുടെ, സ്വാലിഹ് നബിയുടെ,
പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളും അവർ ജീവിച്ചിട്ടുണ്ടെന്നാൽ അത്രയൊന്നും ആയുസ്സില്ലെങ്കിലും അവരെ പോലെയുള്ള ആദ്യ സമുദായത്തിന് നൽകപ്പെട്ടതുപോലെയുള്ള ആരോഗ്യമില്ലെങ്കിലും നാളെ പരലോകത്തെത്തുമ്പോ ആദ്യമായി സ്വർഗപ്രവേശനത്തിന് അർഹത നൽകപ്പെടുന്നത്, ആദ്യമായി സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്നത് ഈ ഉമ്മത്താണ് എന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഉമ്മത്തിന് നൽകപ്പെട്ട വേറൊരു കാരുണ്യമാണ് മൂന്നാമതായി പരിശുദ്ധ ഖുർആൻ. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറാ. അല്ലാഹു പറയുകയാണ്, പരിശുദ്ധ ഖുർആൻ ഞാനിതാ അവതരിപ്പിക്കുകയാണ്. ആ ഖുർആനിൽ ചില വചനങ്ങളുണ്ട്, ആ വചനങ്ങളിൽ ശിഫയുണ്ട്. ആ വചനങ്ങൾ അല്ലാഹുവിന്റെ അടിയാറുകൾക്ക്, ഇബാദുകൾക്ക്, മുഅ്മിനുകൾക്ക് കാരുണ്യമാണ്. വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറാ. അക്രമകാരികളായ ആളുകൾക്ക് ഇത് നഷ്ടമല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല എന്ന് പടച്ചറബ് പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ്.